Hi guys, welcome to our YouTube channel. Day 3 of Manali Delhi Agra trip. അപ്പം നിങ്ങളെല്ലാവരും ലാസ്റ്റ് വീഡിയോ കണ്ടുപോലെ നമ്മൾ മണാലിയിൽ നിന്ന് നേരെ വന്നത് ഡൽഹിയിൽ. എന്നിട്ട് അവിടെ അടുത്ത് തന്നെയാണ് കുത്തുബ് മിനാർ. നമ്മൾ കുത്തുബ് മിനാറൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളൊരു കാർ റെൻറ്റിനെടുത്ത് എന്നിട്ട് ഫുൾ ഓടിച്ച് കാണുന്ന വീഡിയോ ആണിത്. ജസ്റ്റ് നമ്മളൊരു സാധനം റെൻറ്റിന് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചോന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണാനും, ചെടികളും പൂക്കളും ഒക്കെ. പിന്നെ മെയിനായിട്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് കാണാം, അതുപോലെ തന്നെ ഫ്ലൈറ്റ്സ് കാണാം. പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി. ട്രാൻസിറ്റിന് വന്ന ഹോട്ടലായിരുന്നു. നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്തു. ഒരു 1500 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളായിരുന്നു ഹോട്ടൽ റൂം. ഒരു ദിവസത്തെ സ്റ്റേ ആയിരുന്നു ഞങ്ങളിവിടെ. അത്യാവശ്യം തിരക്കേടില്ലാത്ത റൂമായിരുന്നു. സോഫ, ഫുൾ സൈസ് മിറർ, ബെഡ്, കബോർഡ്, പിന്നെ വാഷ്റൂമൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാം. വാഷ്റൂമും ഒക്കെ സെറ്റായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഫ്രഷനപ്പ് ആയിട്ട് നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങുമല്ല, നമ്മൾ കാറ് എടുത്ത് പാർക്ക് ചെയ്തിട്ട് ലൈൻ നിന്ന് നടന്നാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ പടത്തിൽ മാത്രം കാണാൻ നമ്മുടെ സ്വന്തം ലോട്ടസ് ടെമ്പിൾ. പിന്നെ നമ്മൾ വിമാനത്തിൽ വന്നിട്ട് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് ഫ്ലൈറ്റിൽ ഇരുന്നതിന് ലോട്ടസ് ടെമ്പിൾ കാണാൻ പറ്റും. അവിടെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കളറിലെ ഫ്ലവേഴ്സ് ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ. ഉള്ളിൽ കയറാൻ പറ്റില്ല, പുറത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാനേ പറ്റത്തുള്ളൂ. ഈ ഗാർഡൻ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന സെറ്റപ്പിൽ. പിന്നെ ഈ തിരക്ക് നല്ല അടിപൊളി തിരക്കായിരുന്നു. അവസാനം നമ്മൾ എൻ്റെ അകത്ത് കയറി ഗൈസ്. നമുക്ക് എൻ്റെ അകത്ത് കയറിയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തെ വീഡിയോസ് മാത്രം എടുത്ത് വീണ്ടും പോന്നു ഫ്ലൈറ്റ്. നല്ല രസമായിട്ട് ട്രീസൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ തിരിച്ചു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ രാഷ്ട്രഭവനിലോട്ടാണ്. നമുക്കത് നേരത്തെ എന്തോ ഓൺലൈനിൽ ബുക്കൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ ലിസ്റ്റിലില്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞ് വീഡിയോസ് എടുത്തു എന്ന് പറഞ്ഞ് വീഡിയോസും ഫോട്ടോസും നമ്മളവിടെ നിന്ന് എടുത്തതാണ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് എൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം എപ്പോഴേലും പോകുമ്പോൾ കയറാം. പിന്നെ ഇതുപോലെ അവിടെയും ഫൗണ്ടൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ കുറച്ച് നേരം നിന്ന്, സന്ധ്യ വരെ നിന്നില്ല, കുറച്ച് നേരം നിന്നതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. അവിടെയും കൂടെ പോകേണ്ടതുകൊണ്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇന്ത്യ ഗേറ്റിലോട്ട്. ഇത് ഇന്ത്യ ഗേറ്റിലോട്ട് നമ്മൾ കയറുന്ന ടൈമിലുള്ള ഫ്ലവേഴ്സാണ്. പല വെറൈറ്റി, സെയിം ഫ്ലവർ പല കളറിൽ. നല്ല ഭംഗിയായിരുന്നു അതും കാണാൻ. പിന്നെ നമ്മൾ റോഡിൽ നിന്ന് അണ്ടർപാസിൽ കൂടെയാണ് നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ട് അപ്പുറത്തോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് അണ്ടർപാസിൽ ഇതുപോലെ ഫോട്ടോസും നമ്മുടെ പഴയ ഹിസ്റ്ററീസും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് അവസാനം ഫൈനലി നമ്മൾ ഇതും പടത്തിൽ മാത്രം കാണുന്ന ഇന്ത്യ ഗേറ്റ് നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നു. പിന്നെ നൈറ്റിലായതുകൊണ്ട് പല ഫോട്ടോസും എടുക്കാൻ പറ്റി. പിന്നെ തിരക്കായിരുന്നു, കാരണം അവിടുത്തെ ലോക്കൽസും ടൂറിസ്റ്റും ഒക്കെ അവിടെ ഭയങ്കര തിരക്കായിട്ടുള്ളൊരു ഏരിയയാണ്. അടിപൊളിയായിരുന്നു എന്തായാലും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രാഷ്ട്രഭവൻ്റെ. ഇവിടെ നിന്ന് നമുക്ക് കാണാം. ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കുന്നു നമ്മൾ കാണുന്നില്ല അത്ര ഇതായിട്ട്. നമ്മൾ എന്നിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ സൈഡിൽ വന്ന് അവിടെ ഇതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാഷ്ട്രഭവനിൽ കണ്ട അതേ സെയിം ഫൗണ്ടൻ നമുക്കിവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് നേരം നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ലൈറ്റൊക്കെ കത്തി കാണാമായിരുന്നു. ബട്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു കളറായിട്ട് നല്ല രസമായിരുന്നു അത് നേരിട്ട് കാണാൻ. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ഡേ. നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു. ഇത് 3-4 സ്ഥലത്ത് തന്നെയാണ്, ഒന്നും അടുത്തടുത്തല്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു.